ഫുട്ബോൾ താരം മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലെത്തിക്കുന്നതിന്റെ പേരിൽ നടന്നത് വൻ കള്ളക്കളിയെന്ന് സർക്കാർ നിയോഗിച്ച സമിതിയുടെ കണ്ടെത്തൽ. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി നടത്തിയ അന്വേഷണത്തിലാണ് ഈ കണ്ടെത്തലുള്ളത്. സ്പോൺസറെ തെരഞ്ഞെടുത്തതിൽ സർക്കാർ ചട്ടങ്ങൾ പാലിച്ചില്ല. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് വേണ്ടി സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്തു. സുതാര്യമല്ലാതെയാണ് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടന്നത്. അർജന്റീന ടീം വരുമെന്ന സ്പോൺസറുടെ വാഗ്ദാനം ആധികാരിക രേഖകളില്ലാതെയാണെന്നും കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നാണ് വിവരം. അരുൺ വിവരങ്ങളുമായി ചേരും. അരുൺ, ഈ ഗുരുതരമായ കണ്ടെത്തലുകളാണ്, സംശയമില്ല. മലയാളികളെ ഒട്ടാകെ പറ്റിച്ച ഒരു സംഭവമാണ്. മെസ്സി വരുമെന്ന് പ്രതീക്ഷിച്ച് കായിക പ്രേമികൾ ഇരുന്നത് ഒരു വർഷത്തിലധികമാണ്. എന്താണിപ്പോൾ മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിലെ വിവരങ്ങൾ? ഗുരുതരമായ കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിലുള്ളത്. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സാധാരണ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമല്ല എന്നാണ് എൻ പ്രശാന്തിൻ്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അന്താരാഷ്ട്ര കരാർ, വിദേശ നാണ്യവിനിമയം, ഫിഫ, അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എന്നിവയുടെ അംഗീകാരം ഉൾപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം മത്സരത്തിനായി സജ്ജീകരിക്കേണ്ട കാര്യമായിരുന്നു. സർക്കാരിന് നേരിട്ട് നിയമ ധനബാധ്യത സാധ്യതയുള്ള വിഷയവുമായിരുന്നു. കായിക വകുപ്പിൻ്റെയും ധനവകുപ്പിൻ്റെയും ആഴത്തിലുള്ള പരിശോധന ഈ വിഷയത്തിൽ ആവശ്യമാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സർക്കാരിൻ്റെ ബിസിനസ് റൂൾസ്, കേരള സെക്രട്ടേറിയറ്റ് മാനുവൽ, സെക്രട്ടേറിയറ്റ് ഇൻസ്ട്രക്ഷൻസ്, കേരള ഫിനാൻഷ്യൽ കോഡ് എന്നിവ പാലിച്ച് നടപ്പാക്കേണ്ട വിഷയമാണ്. എല്ലാ പ്രധാന കത്തിടപാടുകളും ഇമെയിൽ കമ്മ്യൂണിക്കേഷൻസും മുൻ കായിക മന്ത്രിയുടെ ഓഫീസ് നേരിട്ടാണ് നടത്തിയത്. ഈ കത്തുകൾ വകുപ്പിന് ലഭിക്കുന്നത് 2 വർഷം കഴിഞ്ഞാണ്. അതായത് കായിക വകുപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ആൻഡ്രൂ അഗസ്റ്റിനെ മാത്രമല്ല, അല്ലെങ്കിൽ ആ സ്ഥാപനത്തെ മാത്രമല്ല, സർക്കാരിൻ്റെ ഭാഗത്തും വീഴ്ചയുണ്ട് എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. നടപടിക്രമങ്ങളും നിയമവശങ്ങളും പലതും ചൂണ്ടിക്കാട്ടിയിട്ടും അത് മുഖവിലേക്കെടുക്കാൻ മുൻ മന്ത്രിയുടെ ഓഫീസ് തയ്യാറായിട്ടില്ല. അർജന്റീന ടീം മെസ്സി ഉൾപ്പെടെ സന്ദർശനം സംബന്ധിച്ച് ആദ്യം അറിയിക്കുന്നത് ഗോട്ടാർഡ് എന്ന കമ്പനിയാണ്. തുടങ്ങി ഓരോ ഇടപാടിൻ്റെ ഈ വിഷയത്തിൽ ഓരോ പാളിച്ചകളും എണ്ണി പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. ഈ അന്താരാഷ്ട്ര വിനിമയം ഉൾപ്പെടെ ഉള്ള വിഷയമായതിനാൽ മുൻകൂർ അനുമതി വേണമെന്ന് വകുപ്പ് ഫയലിൽ രേഖപ്പെടുത്തിയെങ്കിലും ഇത് സംബന്ധിച്ച് നേരത്തെ കത്ത് നൽകി എന്നാണ് മന്ത്രി ഫയൽ കുറിച്ച്. മന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഒരു സാധാരണ കവിഞ്ഞ ഒരു തിടുക്കവും അല്ലെങ്കിൽ സാധാരണ കവിഞ്ഞ ഒരു താല്പര്യവും കായിക മന്ത്രി ഈ വിഷയത്തിൽ പ്രകടിപ്പിച്ചു എന്നുകൂടിയാണ് ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. നടപടിക്രമങ്ങൾ പലതും ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ചീഫ് സെക്രട്ടറിക്ക് മേൽനോട്ടക്കുറവുണ്ടായെന്ന കുറ്റപ്പെടുത്തൽ ചീഫ് സെക്രട്ടറിക്കെതിരെയും ഈ വിഷയത്തിലുണ്ട്. മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിന് ശേഷം കാര്യങ്ങൾ ശരവേഗത്തിൽ നീങ്ങുകയായിരുന്നു. വിദേശ നാണ്യ വിനിമയം നടന്നു എന്നല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന് മെയിൽ അയച്ചത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ്. AFA മന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ചതിന് ഔദ്യോഗിക രേഖയില്ല. അന്താരാഷ്ട്ര മത്സരങ്ങൾ നടത്തപ്പോൾ വേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചില്ല. റിപ്പോർട്ടർ ടിവിയെ സ്പോൺസറായി തിരഞ്ഞെടുത്തത് ടെൻഡർ ഇല്ലാതെയാണ്. സർക്കാർ അനുമതിക്ക് മുമ്പേ റിപ്പോർട്ടർ TV AFAയുമായി കരാറിൽ ഒപ്പുവെച്ചു. റിപ്പോർട്ടർ TVക്കായി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം, കൊച്ചിയിലെ സ്റ്റേഡിയം ഡെപ്പോസിറ്റ് ഇല്ലാതെ വിട്ടുകൊടുത്തു. വിനോദ നികുതി ഒഴിവാക്കി നൽകി. ഫിഫ രജിസ്ട്രേഷൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് മുൻകൂർ അനുമതി വാങ്ങാതെ വിദേശ വിനിമയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സ്പോൺസറെ തീരുമാനിച്ചു. ഗോട്ടാർഡ് എന്ന സ്പോൺസർഷിപ്പ് കമ്പനിയുടെ ക്രെഡിബിലിറ്റി കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചില്ല, വെരിഫൈ ചെയ്തിട്ടില്ല. ഗോട്ട് കമ്പനിയുടെ കാര്യത്തിൽ തീരുമാനമെടുത്ത ഫയൽ കായിക വകുപ്പിൻ്റെ കൈവശമില്ല. ED, വിജിലൻസ്, IT വകുപ്പുകളുടെ അന്വേഷണം വേണമെന്ന ശുപാർശയും ഈ റിപ്പോർട്ടിലുണ്ട്. നടപടിക്രമങ്ങൾ നടന്നത് മുൻ മുഖ്യമന്ത്രിയുടെയും മുൻ മന്ത്രിയുടെയും കായിക മന്ത്രിയുടെയും അതുപോലെ ചീഫ് സെക്രട്ടറിയുടെയും ഒക്കെ തലത്തിലാണ്. വിരമിച്ചവരാണെങ്കിലും ഉദ്യോഗസ്ഥർക്ക് നടപടി വേണമെന്നുകൂടി ഈ റിപ്പോർട്ടിൽ എൻ പ്രശാന്ത് ചൂണ്ടിക്കാട്ടുന്നു. വിരമിച്ചത് ആ സമയത്ത് ചീഫ് സെക്രട്ടറി ആയിരുന്ന K. ജയതിലകാണ്. ജയതിലകിനെ കൊണ്ട് ലക്ഷ്യമിട്ടുള്ള ഒരു റിപ്പോർട്ടാണിപ്പോൾ എൻ പ്രശാന്ത് മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. ഗുരുതരമായ ക്രമക്കേടുകൾ, ചട്ടലംഘനങ്ങൾ, വീഴ്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് മെസ്സിയുടെ കേരള സന്ദർശനം എന്ന പേരിൽ നടത്തിയ ഇടപാടുകളുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ഉന്നതതല അന്വേഷണം വേണമെന്ന ആവശ്യമാണ് കായിക സെക്രട്ടറിയുടെ റിപ്പോർട്ടിലുള്ളത്. മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ് റിപ്പോർട്ട്. എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിക്കുക എന്നാണ് ഇനി അറിയേണ്ടത്. ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.